സാധാരണ സോർട്ടിങ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയൊക്കെ മെർജ് സോർട്ടിന്റെ ഒക്കെ ഹയർ വെർഷൻസിലൊക്കെ, അതായത് പിന്നെ പിന്നെ മോഡിഫൈ ചെയ്തൊക്കെ വന്നിട്ടുള്ള വെർഷൻസിലൊക്കെ പല അല്ലാത്ത സോർട്ടിങ് ടെക്നിക്സ് കൂടെ ഒക്കെ അതിനകത്ത് മെർജ് ചെയ്തൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്തടുത്തിരിക്കുന്നവരെ കമ്പയർ ചെയ്യാതെ സെലക്ഷൻ സോർട്ടിന്റെ പോലൊക്കെ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്ന രീതിയിലൊക്കെ ഇംപ്ലിമെന്റേഷൻസ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ബേസിക് ആയിട്ടുള്ള മെർജ് സോർട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അതിന്റെ അൽഗോരിതമായിട്ട്. നിങ്ങൾ ആൻസർ ഷീറ്റ് നോക്കിയോ? ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും നോക്കാൻ വിട്ടുപോയ ആൻസേഴ്സ് വല്ലതും ഉണ്ടോ? ഓക്കെ, ഇതിന്റെ കോംപ്ലക്സിറ്റി. ഇപ്പൊ കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ ഡിവൈഡിന്റെ കണ്ടുപിടിക്കണം, കോൺകറിന്റെ കണ്ടുപിടിക്കണം, കമ്പൈൻ സ്റ്റെപ്പിന്റേത് കണ്ടുപിടിക്കണം. ഇപ്പൊ ഡിവൈഡിന്റെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഡിവൈഡ് ചെയ്യുക എന്നുള്ള പ്രൊസീജിയറിനകത്ത് ശരിക്കും മിഡിൽ എലമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നടക്കുന്നത്. അതിനെന്തായാലും ഒരു നമ്പറിന്റെ, അതായത് ഒരു ലെഫ്റ്റ് ഇൻഡെക്സിലുള്ള ഒരു നമ്പറും റൈറ്റ് ഇൻഡെക്സിലുള്ള ഒരു നമ്പറും തമ്മിൽ പ്ലസ് ചെയ്യുക ബൈ 2. അപ്പൊ അതെന്തായാലും കോൺസ്റ്റന്റ് ടൈം ആണ്, ഓർഡർ ഓഫ് 1. ദെൻ കോൺകറിനകത്ത് വരുമ്പോഴത്തേക്കും ഓരോ തവണയും ലിസ്റ്റ് സബ് ലിസ്റ്റുകൾ ആവുന്നുണ്ട്, അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. സോ ലിസ്റ്റ് എപ്പോഴും 2 ഡിവിഷൻസ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ 2t(n/2). ലെഫ്റ്റിലും രണ്ടായിട്ട് ഡിവൈഡ് ആവുന്നുണ്ട്, റൈറ്റിലും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ t(n/2) പ്ലസ് t(n/2), ദാറ്റ് ഈസ് 2t(n/2). ദെൻ മെർജ് ചെയ്യുകയാണെങ്കിലോ, n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ n നമ്പേഴ്സിനെയും മെർജ് ചെയ്യുന്ന പ്രൊസീജിയറിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മാക്സിമം n ആണ് വരുന്നത്. അപ്പൊ ടോട്ടൽ ഓർഡർ ഓഫ് 1 പ്ലസ് 2t(n/2) പ്ലസ് n എന്നാണ് വരുന്നത്, അതിന്റെ ജനറൽ ഫോർമുല. അപ്പൊ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് n/2 വരുന്ന കേസ് ഏതാണ്. n/2 വരുന്ന കേസ് എന്ന് പറയുന്നത് log n ആണ്. ബൈനറി സെർച്ച് അതിന്റെയൊക്കെ കോംപ്ലക്സിറ്റി log n അല്ലേ. അപ്പം അതുകൂടാതെ മെർജിങ് പ്രൊസീജിയറിന് ഒരു n ഉണ്ട്, സോ n log n. ഇതാണ് മെർജ് സോർട്ടിന്റെ കോംപ്ലക്സിറ്റി. ഇതാണ് മെർജ് സോർട്ട് പഠിക്കാനുണ്ടായിരുന്നത്. ഇനിയും 2-വേ മെർജ് സോർട്ട് എന്നാണ് സിലബസിൽ ഇതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, മെർജ് സോർട്ട് ഞാൻ പറഞ്ഞില്ലേ പല രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റേഷൻസ് അവൈലബിൾ ആണ് മെർജ് സോർട്ടിന്റെ. പക്ഷെ ഇവിടെ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എപ്പോഴും ലിസ്റ്റിനെ 2 ലിസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് അതിനെ 2-വേ മെർജ് സോർട്ട് എന്ന് പറയുന്നത്. 2 പാർട്ടീഷൻസ് ആണ് എപ്പോഴും നടക്കുന്നത്. അതായത് ലിസ്റ്റിനെ 3 ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നതും 4 ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നതും ഡയറക്റ്റ് n ആയിട്ട് തന്നെ പാർട്ടീഷൻ ചെയ്യുന്ന ലിസ്റ്റ് അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മെർജ് സോർട്ട്സ് ഉണ്ട്. അതിന്റെയൊക്കെ ഹയർ വെർഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 2 സബ് ലിസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന മെർജ് സോർട്ട് ആണ്. അതുകൊണ്ടാണ് അതിന് 2-വേ മെർജ് സോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി നെറ്റിൽ മെർജ് സോർട്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മെർജ് സോർട്ട് തന്നെ കിട്ടുള്ളൂ. 2-വേ മെർജ് സോർട്ട് എന്ന് പറഞ്ഞാൽ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അങ്ങനെ സെർച്ച് ചെയ്താൽ ഈ പേജുകളിലേക്ക് തന്നെ പോവുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പറയുന്നതിന് മുമ്പ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് അറിയണമല്ലോ. അപ്പൊ സാധാരണ നിങ്ങൾ എനിക്കൊന്ന് ബിടെക്കിനും മെട്രിക്സ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ മാത്സിൽ. അപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് 2 മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ചില റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. നോർമൽ അഡീഷൻ ചെയ്യുന്നത് പോലെ അല്ലെ സബ്ട്രാക്ഷൻ ചെയ്യുന്നത് പോലെ കറസ്പോണ്ടിങ് എലമെന്റ്സിനെ തമ്മിൽ ആഡ് ചെയ്ത് എഴുതാനായിട്ടും ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ല നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. കറസ്പോണ്ടിങ് എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ല ആൻസർ ജനറേറ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റ് റൂൾസ് ഉണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ തന്നെ എ ആൻഡ് ബി ആണ് 2 മെട്രിക്സ് എങ്കിൽ ഇവർ തമ്മിൽ ഒരു കണ്ടീഷൻ
ചെക്ക് ചെയ്ത് അത് ട്രൂ ആയാൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടും പറ്റുള്ളൂ. അപ്പൊ മെയിൻലി ആ ഒരു കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി ഓർഡർ ഓഫ് മെട്രിക്സ് ആണ്. അപ്പം എം ബൈ എന്നും പി ബൈ ക്യൂ ആണ് മെട്രിക്സുകളുടെ ഓർഡർ എങ്കിൽ ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഹാവിംഗ് എ ഓർഡർ ഓഫ് എം ബൈ എൻ ആൻഡ് സെക്കൻഡ് മെട്രിക്സ് പി ബൈ ക്യൂ ആണെങ്കിൽ എൻ ഷുഡ് ബി ഈക്വൽ ടു പി. എന്നും പിയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ കോളവും സെക്കൻഡ് മെട്രിക്സിന്റെ റോയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, റോസിനെ കോളംസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെയുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മളൊരു പ്രോഗ്രാം ആക്കി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോഗ്രാംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തായാലും 3 ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എൻ ക്യൂബ് ആണ് അതിന്റെ കോംപ്ലക്സിറ്റി വരുന്നത്. നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണോ അതിന്റെ ക്യൂബ് ആയിരിക്കും അതിന്റെ കോംപ്ലക്സിറ്റി ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു നോർമൽ 2x2 അല്ലെങ്കിൽ 4x4 മെട്രിക്സ് ഒക്കെ വരെയാണെങ്കിൽ എൻ ക്യൂബ് ഒക്കെ വന്നാലും വലിയ വാല്യൂസിലോട്ടൊന്നും പോകത്തില്ല. പക്ഷെ കുറച്ച് ലാർജ് ഓർഡർ സൈസ് വരുന്ന മെട്രിക്സ് ഒക്കെയാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുന്നതെങ്കിലോ ഈ കോംപ്ലക്സിറ്റി ഒരുപാട് കൂടുതലായിരിക്കും. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കോംപ്ലക്സിറ്റിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രെസൻ എന്ന് പറയുന്ന റിസർച്ചർ സ്ട്രെസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് കൊണ്ടുവന്നത്. അപ്പം എയിം ഓഫ് സ്ട്രെസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ദി നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് ആൻഡ് ഇൻക്രീസ് ദി നമ്പർ ഓഫ് അഡീഷൻസ് ആൻഡ് സബ്ട്രാക്ഷൻ എന്നാണ്. അതായത് എപ്പോഴും മെഷീൻ ലെവലിൽ ചിന്തിക്കുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ് കോംപ്ലക്സിറ്റി കൂടുതൽ, കാരണം അത്രയധികം അഡീഷൻസ് അല്ലേ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലിക്കേഷൻസിന്റെ കൗണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചിട്ട് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷന്റെ കൗണ്ട് കൂട്ടുക എന്നുള്ളതാണ് ഈ ഒരു സ്ട്രെസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ മെയിൻ എയിം. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു conventional matrix multiplication എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സപ്പോസ് വി വാണ്ട് ടു മൾട്ടിപ്ലൈ 2 മെട്രിക്സസ് ഓഫ് സൈസ് n by n. അതുപോലെ തന്നെ നമ്മൾ സ്ക്വയർ മെട്രിക്സ് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സ്ട്രെസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ സ്ക്വയർ മെട്രിക്സുകൾ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് 2x2 മെട്രിക്സിൻ്റെത് മാത്രം പഠിക്കാനേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ we have to multiply 2 matrices of size n by n. For example, a into b is equal to c. അതായത് a എന്ന് പറഞ്ഞൊരു മെട്രിക്സും b എന്ന് പറഞ്ഞ മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് we have to store in c. ഓക്കെ, ഇനി എയുടെ എലമെന്റ്സ് എന്തൊക്കെയാ? a11, a12, a21, a22. then ബിയുടേത് b11, b12, b21, b22. ഈ ഒരു ij വാല്യൂ, അതായത് ഇൻഡെക്സ് പൊസിഷനിലെ വാല്യൂസ് എങ്ങനെയാ വരുന്നതെന്ന് അറിയാമല്ലോ. ഇത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, ഇങ്ങനെയാണ് ഈ രണ്ട് മെട്രിക്സുകളും എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി C11 അതായത് റിസൾട്ടന്റ് മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് എങ്ങനെയാണ് കിട്ടുന്നത്? A11 ഇൻറ്റു B11 പ്ലസ് A12 ഇൻറ്റു B21. അതായത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ആണ് ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ്. 1 2 എന്ന് പറഞ്ഞാലോ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ആണ് C12. 1 2 മീൻസ് അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയത്. 1 2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം. സോ A11 ഇൻറ്റു B12 പ്ലസ് A12 ഇൻറ്റു B22. നെക്സ്റ്റ് C21 ആണെങ്കിൽ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ദാറ്റ് ഈസ് A21 ഇൻറ്റു B11 പ്ലസ് A22 ഇൻറ്റു B21. നെക്സ്റ്റ് C22, ദാറ്റ് ഈസ് second row into second column, that is A21 into B12 plus A22 into B22. ഇങ്ങനെയാണ് ഒരു നോർമൽ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതിൽ നിന്ന് തന്നെ ഇതിന്റെ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ 1 2 3 4 5 6 7 8 8 multiplications and 4 additions. 8 multiplications-ഉം 4 additions-ഉം ജസ്റ്റ് 2x2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. 8 multiplications and 4 additions. അപ്പോൾ 4x4 ഒക്കെ ആകുമ്പോഴത്തേക്കും
അത്രയും കൂടുതൽ മൾട്ടിപ്ലിക്കേഷൻസ് വരും. അപ്പം മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും കോംപ്ലക്സിറ്റി കൂടുതലായതുകൊണ്ട് സ്ട്രെസ് എന്ന് പറയുന്ന ആള് ഫോർവേഡ് ചെയ്ത മെത്തേഡിൽ നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ കുറച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ല, ഒരു മൾട്ടിപ്ലിക്കേഷനെ കുറച്ചിട്ടുള്ളൂ, എന്നിട്ട് അതിന് പകരം കുറെ അധികം അഡീഷനും സബ്ട്രാക്ഷനും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു സ്ട്രെസ്സിന്റെ മോഡിഫിക്കേഷൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഉള്ള മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ സ്റ്റാൻഡേർഡ് അൽഗോരിതം ഇതാണ്. ഫോർ I equal to 1 to n, for j is equal to 1 to n, resultant matrix is initialized with 0, do C of ij is equal to 0. Then for k is equal to 1 to n, C of ij is equal to C of ij plus A of ik into B of kj. ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം 3 ഫോർ ലൂപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. I is equal to 1 to n, j is equal to 1 to n and k is equal to 1 to n. ആ മൂന്നിന്റെയും ടെർമിനൽ കണ്ടീഷൻസ് n ആയതുകൊണ്ട് മാക്സിമം ഗ്രോത്ത് ഓഫ് ലൂപ്സ് എന്ന് പറയുന്നത് n ആണ്. സോ n ഇൻറ്റു n ഇൻറ്റു n, n ക്യൂബ് ആണ് കോംപ്ലക്സിറ്റി. ഇതാണ് നോർമൽ കൺവെൻഷണൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇതിനെ എങ്ങനെയാണ് സ്ട്രെസ്സൻ മോഡിഫൈ ചെയ്തതെന്നാണ് ഇനിയും പഠിക്കാനുള്ളത്. Stressen's matrix multiplication. Stressen in 1969 gave an overview that how we can find the multiplication of two by two dimension matrix by using divide and conquer technique. The overall complexity for multiplication of two matrices is reduced. This happens by decreasing the total number of multiplication performed at the expenses of a slight increase in the number of addition. ഒന്നുമില്ല, ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. 2x2 മെട്രിക്സുകളെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കോംപ്ലക്സിറ്റിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാന്നുള്ളതായിരുന്നു എയിം. അതിനുവേണ്ടി ചെയ്തത് നമ്പർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ സ്ലൈറ്റ്ലി ഒന്ന് കുറച്ചിട്ട് നമ്പർ ഓഫ് അഡീഷൻസ് ആൻഡ് സബ്ട്രാക്ഷൻസ് ഇൻക്രീസ് ചെയ്തു. ടോട്ടൽ 8 മൾട്ടിപ്ലിക്കേഷൻസ് ആയിരുന്നു നമ്മുടെ ഒറിജിനൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലുള്ളത്. അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് 7 മൾട്ടിപ്ലിക്കേഷൻസും റിമൈനിങ് അഡീഷൻസ് ആൻഡ് സബ്ട്രാക്ഷൻ, അതായത് ആ ബാക്കി നിൽക്കുന്ന ഒരു മൾട്ടിപ്ലിക്കേഷനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് അഡീഷൻസും സബ്ട്രാക്ഷൻസും ഒക്കെ ആക്കി ഒരു പുതിയ മെത്തേഡാണ് ഫോം ചെയ്തത്. അപ്പൊ നമുക്ക് മാനുവലി ചെയ്യുമ്പോൾ സ്ട്രെസ്സൻസ് അൽഗോരിതം ഇത്രയും കണ്ടുപിടിക്കണമല്ലോ എന്ന് തോന്നും. പക്ഷെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ നോക്കുമ്പോൾ മോർ അതായത് കോംപ്ലക്സിറ്റി കുറവാണ്. കൺവെൻഷണൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെക്കാട്ടിലും കോംപ്ലക്സിറ്റി കുറവുള്ള ടെക്നിക്കാണ് സ്ട്രെസ്സൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് ത്രൂ എങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം മെയിൻലി 3 സ്റ്റെപ്പുകളാണുള്ളത്: ഡിവൈഡ്, കോൺകർ, കമ്പൈൻ. ഇപ്പൊ ഡിവൈഡിൽ ചെയ്യുന്നത് എ ആൻഡ് ബിനെ n/2 സൈസ് ഉള്ള സബ് മെട്രിസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഡിവിഷനിൽ നടക്കുന്നത്. അതായത് ഒറിജിനൽ മെട്രിക്സിനെ ഡിവൈഡ് ചെയ്ത് n/2 സൈസ് ഉള്ള മെട്രിക്സസ് ആക്കുക. അതിലേക്ക് ടേംസ് ഒക്കെ ഫോം ചെയ്ത് വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് കോൺകർ ആണ്. കോൺകറിൽ നമ്മൾ ഓൾറെഡി 8 മൾട്ടിപ്ലിക്കേഷൻസ് ആയിരുന്നു നമുക്ക് വേണ്ടേ. 8 അല്ല, ഇവിടെ 7 മൾട്ടിപ്ലിക്കേഷൻസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കോൺകറിൽ നടക്കുന്നത് നമ്മൾ ഓൾറെഡി n/2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മെട്രിക്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും? 7 മൾട്ടിപ്ലിക്കേഷൻസ് റിക്കർസീവ്ലി നടത്തുന്നു. ദെൻ കമ്പൈൻ ചെയ്യുമ്പോൾ ചെയ്യുന്നത് ഈ ഒരു ഓൾറെഡി ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന 7 മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് ഇല്ലേ, അതിനെ ഒക്കെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് ഫൈനൽ ആൻസർ ആയ സി മെട്രിക്സ് ഫോം ചെയ്യുക. C11, C12, C21, C22 എന്ന് പറഞ്ഞില്ലേ, ആ മെട്രിക്സ് ഫോം ചെയ്യുക. അപ്പൊ ഇനിഷ്യലി ചെയ്യുന്നത് മെട്രിക്സുകളെ പാർട്ടീഷൻ എ ആൻഡ് ബി ഇൻറ്റു n/2 സബ് മെട്രിസസ് ആൻഡ് ഫോം ദി ടേംസ് ടു ബി മൾട്ടിപ്ലൈഡ്. അതായത് A11, A12 അങ്ങനെ ഡെസിഗ്നേഷൻസ് കൊടുക്കുക. നെക്സ്റ്റ് വൺ ഈസ് കോൺകർ. Perform 7 multiplications of n/2 submatrices recursively. കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടിയിരിക്കുന്ന റിസൾട്ടിനെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് ഫൈനൽ ആൻസർ ഫോം ചെയ്യുക. ഇതാണ് നമ്മുടെ സ്ട്രെസ്സൻസ് മെത്തേഡിൽ ചെയ്യുന്നത്. ഇത് വലിയ വലിയ മെട്രിക്സുകൾക്കൊക്കെ ചെയ്യും. ഈവൻ ദോ നിങ്ങൾക്ക് 2x2 മാത്രമേ പഠിക്കാനുള്ളൂ എങ്കിലും 4x4 16x16 ഒക്കെ നമ്മളിത് ചെയ്യും. അപ്പൊ അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? 16x16 ഒക്കെ ഡിവൈഡ് ചെയ്ത് ചെറിയ 2x2 മെട്രിക്സ് ആക്കിയിട്ട് അതിനെ സോൾവ് ചെയ്തിട്ടാണ് എൻ്റയർ മെട്രിക്സിന്റെ കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സ്ട്രെസ്സൻസ് അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് സ്ട്രെസ്സൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ
മെത്തേഡ്. അപ്പോൾ വി ഹാവ് ടു മൾട്ടിപ്ലൈ ടു മെട്രിസസ് എ ആൻഡ് ബി ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ഇൻ ടു സി. അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ചെയ്യുന്നതിൽ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷന് പകരം നമ്മൾ എന്ത് ചെയ്തിരിക്കുക, ഒരു മൾട്ടിപ്ലിക്കേഷനെ കുറച്ചിട്ട് അതിന് പകരം അഡീഷൻസ് ആൻഡ് സബ്ട്രാക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്ട്രസൻ കൊണ്ടുവന്നത്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് സ്ട്രസൻ പറഞ്ഞിരിക്കുന്നത് എന്താ, 7 മൾട്ടിപ്ലിക്കേഷൻസ് കൊണ്ടുവരാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ 7 മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ടുകളാണ് പി ക്യു ആർ എസ് ടി യു വി. ലാസ്റ്റിലെ മെർജ് സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെയാണ് കമ്പൈൻ ചെയ്തിട്ട് C11 C12 C21 C22 ഫോം ചെയ്യുന്നത്. ഈ ഒരു 7 റിക്കർസീവ് മൾട്ടിപ്ലിക്കേഷൻസിന്റെ റിസൾട്ടിനെയാണ് നമ്മൾ C11ലേക്കൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ എങ്ങനെയെങ്കിലും കാണാതെ പഠിച്ചു വെക്കണം. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് കാണാതെ പഠിച്ചു വെക്കുക എന്നുള്ളതല്ലാതെ വേറെ ഇതൊന്നും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും ട്രിക്ക് വല്ലതും ഉണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പി ആണ് കണ്ടുപിടിക്കുന്നത്. പി ഈസ് ഈക്വൽ ടു A11 പ്ലസ് A22 ഇൻറ്റു B11 പ്ലസ് B22. അതാണ് പി എന്ന് പറയുന്നത്. A11 പ്ലസ് A22 ഇൻറ്റു B11 പ്ലസ് B22. അടുത്തത് ക്യൂ, A21 പ്ലസ് A22 ഇൻറ്റു B11. നെക്സ്റ്റ് R ഈസ് ഈക്വൽ ടു A11 ഇൻറ്റു B12 മൈനസ് B22. Then S is equal to A21 into B21 minus B11. T is equal to A11 plus A12 into B22. U is equal to A21 minus A11 into B11 plus B12. B is equal to A12 minus A22 into B21 plus B22. എങ്ങനെയാണ് 7 റിക്കർസീവ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്ട്സ് കണ്ടുപിടിക്കുന്നത്? ദെൻ ഫൈനൽ മെട്രിക്സിന്റെ ആൻസർ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്. C11 എന്ന് പറയുന്നത് P പ്ലസ് എസ് മൈനസ് ടി പ്ലസ് വി ആണ്. P പ്ലസ് എസ് മൈനസ് ടി പ്ലസ് വി. ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് P പ്ലസ് എസ് മൈനസ് ടി പ്ലസ് വി. ദെൻ C12ലേക്ക് വരുന്നത് ആർ പ്ലസ് ടി. C12ലേക്ക് ആർ പ്ലസ് ടി ആണ് വരുന്നത്. C21ലേക്ക് ക്യൂ പ്ലസ് എസ് ആണ് വരുന്നത്. ദെൻ C22ലേക്ക് വരുന്നത് പി പ്ലസ് ആർ മൈനസ് ക്യൂ പ്ലസ് യു. പി പ്ലസ് ആർ മൈനസ് ക്യൂ പ്ലസ് യു. ഇങ്ങനെയാണ് സ്ട്രസൻ പറഞ്ഞിരിക്കുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇത് പെട്ടെന്ന് നിങ്ങളൊന്ന് എഴുതിയെടുക്കണേ, അറ്റൻഡൻസോട് പറയാൻ. റോൾ നമ്പർ 1 പേപ്പർ ചെക്ക് ചെയ്തോ? ആദിലൻ, റോൾ നമ്പർ 2. ഓക്കെ, റോൾ നമ്പർ 2 പേപ്പർ നോക്കിയോ? ഓക്കെ, കറക്ഷൻസ് എന്തെങ്കിലും ഇല്ലല്ലോ. റോൾ നമ്പർ 3 കറക്ഷൻ ഉണ്ടോ? ഇല്ല. 4 മിസ് നോക്കിയോ എല്ലാം? നോക്കി മിസ്. 4 അഞ്ജലി അല്ലേ? അതെ മിസ്. അഞ്ജലി കുറച്ചുകൂടെ വർക്ക് ചെയ്യണം കേട്ടോ, ഞാൻ അന്നേ പറഞ്ഞില്ലേ. 5 5 പേപ്പർ നോക്കിയായിരുന്നോ? 6 മിസ് പേപ്പർ നോക്കിയോ ആൻഡോ? നോക്കി മിസ്. 7 റോൾ നമ്പർ 7. 8 അപർണ പ്രതാപാണ് 8, റോൾ നമ്പർ 8. പേപ്പർ നോക്കിയോ അപർണ? 9 പേപ്പർ നോക്കിയോ?
ആ മിസ് നോക്കി. 10 മിസ്. പേപ്പർ നോക്കിയോ? ആ. 11 പ്രസന്റ് മിസ്. പേപ്പർ നോക്കിയോ? ആ ഓക്കെ. 12 ആ പേപ്പർ നോക്കി മിസ്. 13 14 പ്രസന്റ് മിസ്. പേപ്പർ നോക്കിയോ ജോസ്ഫിൻ? ആ നോക്കിയായിരുന്നു. 15 പ്രസന്റ് മിസ്. 16 പ്രസന്റ് മിസ്. 17 പ്രസന്റ് മിസ്. നോക്കിയിരുന്നോ പേപ്പർ? അർജന്റീനാസ് ആ മാച്ച്. നോക്കിയായിരുന്നു സർ. 18 പ്രസന്റ് മിസ്. പേപ്പർ നോക്കിയോ മെർലിൻ? 19 പ്രസന്റ് മിസ്. പേപ്പർ നോക്കിയോ മുബീൻ? പക്ഷെ പേപ്പർ എങ്ങനെയാ നോക്കുന്നത്? അസൈൻമെന്റ് മാർക്ക് മാത്രമേ അറിയാൻ ആ പറ്റും. അസൈൻമെന്റ്. ആ അസൈൻമെന്റ് മാർക്ക് നോക്കി. അല്ല നിങ്ങക്ക് ക്വസ്റ്റ്യൻ വൈസ് മാർക്ക് കാണാൻ പറ്റില്ലേ? ചെക്ക് ചെയ്തില്ല. ആകെപ്പാട് മറ്റേ അസൈൻമെന്റ് മാർക്ക് കോളത്തില് ടോട്ടൽ ആയിട്ടുള്ള മാർക്ക് മാത്രമേ വരത്തുള്ളൂ. ആ ഓക്കെ ഓക്കെ. ഏതെങ്കിലും ക്വസ്റ്റ്യന് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ പിന്നെ ഈ അവർ കഴിയുമ്പോൾ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ആ മിസ്. 20 21 പ്രസന്റ് മിസ്. പേപ്പർ നോക്കിയോ റുബീൻ? നോക്കി മിസ്. കുറച്ച് കൺഫ്യൂഷൻ ആണ്, ഞാൻ മിസ്സിന് മെസ്സേജ്. ഓക്കെ. 22 23 പ്രസന്റ് മിസ്. പേപ്പർ നോക്കിയോ നൗറിൻ? ആ മിസ്സേ നോക്കിയായിരുന്നു. 24 പ്രസന്റ് മിസ്. പേപ്പർ നോക്കിയോ പാർവതി? ആ നോക്കി മിസ്. 25 മിസ് പ്രസന്റ്. സാൻഡ്ര പേപ്പർ നോക്കിയോ? മിസ് അത് കാണാൻ പറ്റില്ല, നമ്മൾ വെച്ച അത് മാത്രമല്ലേ കാണാൻ പറ്റത്തുള്ളൂ. മാർക്ക് കാണുന്നില്ലേ? അല്ല മാർക്ക് ഉണ്ട് മിസ്. 26 27 ശ്രുതി 27 ആണോ? പ്രസന്റ് മിസ്. പേപ്പർ നോക്കിയോ? ആ നോക്കിയോ. 29 പ്രസന്റ് മിസ്. പേപ്പർ നോക്കിയോ അജീന? ആ നോക്കി മിസ്. 30 ഹലോ മിസ്സേ. പേപ്പർ നോക്കിയോ അഖിൽ? മാർക്ക് നോക്കിയായിരുന്നു മിസ്സേ. 31 പ്രസന്റ് മിസ്. ഓക്കെ. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ആ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ആബ്സെന്റീസ് 7 3 7 13 20 22 26 31. മിസ്സേ ഞാൻ പ്രസന്റ്. സോറി 31 അല്ലേ? ആ 31 പ്രസന്റ്. 7 13 20 22 26. കറക്റ്റ് അല്ലേ? മാർക്ക് ചെയ്യാമല്ലോ. 7 13 20 22 26. ചാറ്റിലിട്ടേക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. മൾട്ടിപ്ലൈ ദ മെട്രിക്സ് യൂസിങ് സ്ട്രെസ്സൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ.
Multiply the matrix using Strasson's matrix multiplication. A is equal to 1375. B is equal to 6738. ഓക്കെ, അപ്പം സ്ട്രെസൻസ് മെത്തേഡ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എന്താ ചെയ്യണ്ടേ? പി ക്യു ആർ എസ് ടി യു വി വരെയുള്ള 7 റിക്കേഴ്സീവ് മെട്രിക്സ് പ്രോഡക്ട്സിന്റെ ഇക്വേഷൻസ് എഴുതുക, അത് സോൾവ് ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? ഇതിന്റെ കറക്റ്റ് പൊസിഷൻസ് ആയിട്ട് മാർക്ക് ചെയ്തുള്ള പൊസിഷൻസ് വൈസ് ഈ വാല്യൂസ് അസൈൻ ചെയ്ത് എഴുതണം. അപ്പൊ സോ ആദ്യം ചെയ്യേണ്ടത് A11 ഈസ് ഈക്വൽ ടു 1, A12 ഈസ് ഈക്വൽ ടു 3, A21 ഈസ് ഈക്വൽ ടു 7, A22 ഈസ് ഈക്വൽ ടു 5. അത് മാർക്ക് ചെയ്ത് എടുത്ത് എഴുതുക. ദെൻ ബി ഈസ് ഈക്വൽ ടു, ബിയുടെ കേസ് ആണെങ്കിൽ B11 ഈസ് ഈക്വൽ ടു 6, B12 ഈസ് ഈക്വൽ ടു 7, B21 ഈസ് ഈക്വൽ ടു 3, B22 ഈസ് ഈക്വൽ ടു 8. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതെടുത്ത് എഴുതുക എന്നുള്ളതാണ്. ദെൻ ആ ഫോർമുലാസ് നിങ്ങൾ എടുത്തെഴുതണം. പി ക്യു ആർ എസ് ടി യു വി, ആ 7 പ്രോഡക്ട്സിന്റെ ഇക്വേഷൻസ് എടുത്തെഴുതുക. ഈ വാല്യൂസ് അതിലേക്ക്, ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം. ആ ഇക്വേഷൻസ് പഠിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. പിന്നെ എന്ത് ചെയ്യുക? ആ 7 ഫോർമുലാസ് എഴുതുക, ഈ വാല്യൂസ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിയുടെ ഫോർമുല എഴുതുക, ക്യൂവിന്റെ എഴുതുക, ആറിന്റെ എസിന്റെ ടി യു വി എഴുതുക. ദെൻ അതിലേക്ക് നമ്മുടെ മേളിൽ എഴുതി വെച്ചിരിക്കുന്ന A11 A12 അത് ഏതാണെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അജീന, ഹലോ മിസ്. പിയുടെ ഫോർമുലയും വാല്യൂ എന്ന് പറഞ്ഞ്. പിയുടെ ഫോർമുല A11 പ്ലസ് A22 പ്ലസ് B11 പ്ലസ് B22. പ്ലസ് ആണോ? ഇൻറ്റു അല്ലേ? ഇൻറ്റു. ആൻസർ എത്രയാ? ആൻസർ 84. 84. ഓക്കെ. സാൻഡ്ര, മിസ്സേ ഹലോ. ക്യൂവിന്റെ ഫോർമുല പറഞ്ഞേ. ക്യൂവിന്റെ ഫോർമുല വരുന്നത് A21 പ്ലസ് A22 ഇൻറ്റു B11. ഓക്കെ. അപ്പോൾ 12 ഇൻറ്റു 6 72.
ഓക്കെ. നെക്സ്റ്റ് പാർവതി ആർ. പറഞ്ഞു ആറിന്റെ ഫോർമുല. into A21 minus B22. അപ്പോൾ വരുന്നത് 1 into 7 minus 8. ഓക്കെ. -1 വരും അല്ലേ ആൻസർ? കൃഷ്ണരാജ്. കൃഷ്ണരാജ്. ആരവ് വി വർഗീസ്. നെക്സ്റ്റ് എസിന്റെ ഫോർമുല പറഞ്ഞേ. A21 into B21 minus B11. ഓക്കെ. ആൻസർ പറയപ്പം. -15. ഓക്കെ. ജോസ്വിൻ. ടീയുടെ ഫോർമുലയും വാല്യൂവും പറഞ്ഞേ. B22 into A11 plus B21. ആൻസർ എത്ര വരും? 32. ഓക്കെ. ജോസ്മി. ഹലോ മിസ്സേ. യുവിന്റെ ഫോർമുലയും വാല്യൂവും പറഞ്ഞേ. യുവിൻ്റെത് A21 minus A11 into B11 plus B12. ഓക്കെ. ആൻസർ? ആൻസർ 78. ഓക്കെ. മിസ്സേ ഹലോ. മിസ്സേ എസ് ഇതിൻ്റെ അകത്തൊരു സെറ്റ് ഇല്ലേ? ഫോർമുല മിസ്റ്റേക്ക് ഉണ്ടോ? എസിന്റെ ശരിക്കും A21 into B21 minus B11 ഒന്നല്ലേ? എസിന്റെ ഫോർമുല A21 into B21 minus B11. പക്ഷെ അതിൻ്റെ അകത്തെ വാല്യൂ എടുത്തേക്കുന്ന വേറെ അല്ലേ അടുത്ത ഇതിൻ്റെ അകത്ത്? എസിന്റേത് A21. എസിന്റെ ഫോർമുല എന്ന് പറഞ്ഞേ A21 into B21 minus B11. ഓക്കെ. അങ്ങനെ വരുമ്പോ ഇവിടെ വാല്യൂ എടുത്തതിൽ മിസ്റ്റേക്ക് ഉണ്ടല്ലേ? അതെ. അപ്പം -21 ആയിരുന്നു. 7 into അല്ലേ വരുന്നത്? അതെ അതെ. 7 into 3 minus 6. അതൊന്ന് കറക്റ്റ് ചെയ്തേക്കണേ. ആ എല്ലാരും കറക്റ്റ് ചെയ്യണേ. സത്യം പറഞ്ഞ ഇതിന്റെ ഈ മെറ്റീരിയൽ എങ്ങും ഇല്ലായിരുന്നു. സ്ട്രെസ്സൻസ് ആകെ ഒരു പ്രോബ്ലമേ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ ഹാൻഡ് റിട്ടൺ നോട്ട് ആയിട്ടാണ് ഇത് ചെയ്തത്. കണ്ടോ? അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് സെർച്ച് ചെയ്തപ്പോ കിട്ടിയതാ ഇത്. കറക്റ്റ് ചെയ്യണേ ഇപ്പൊ തന്നെ. അർജുനാണോ പറഞ്ഞേ? അതെ അതെ. താങ്ക് യു. ഓക്കെ. വിയുടെ ഫോർമുല മാധവ്. A12 minus A22 into B21 plus B22 minus 22. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾ C11, C12, C21, C22 കണ്ടുപിടിച്ചേ പെട്ടെന്ന്. ഇപ്പോഴത്തേക്ക് ഞാൻ ഈ സ്ലൈഡിൽ ഇതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. ഫോർമുലാസ് നിങ്ങൾ ഓൾറെഡി എഴുതി എടുത്തിട്ടുണ്ടല്ലോ. ഫോർമുലാസിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. അതിനുശേഷം നിങ്ങൾ നോർമൽ മൾട്ടിപ്ലിക്കേഷനോട് ചെയ്തൊന്ന് വെരിഫൈ ചെയ്യുന്നെങ്കിൽ വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോ.
ഓക്കെ, എന്താ കറക്റ്റ് ചെയ്തിട്ടുണ്ടേ എസിന്റെ വാല്യൂ. now C11, C12, C21, C22 അതുകൂടെ പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ വാല്യൂസ് കൂടെ പറയണേ. അഞ്ജലി C11 എത്ര കിട്ടിയേ? 53. 53 ആണ്. ആഡ് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ചെക്ക്, ഞാനിവിടെ ചെക്ക് ചെയ്യട്ടെ. P പ്ലസ് എസ് മൈനസ് ടി പ്ലസ് വി അല്ലേ? അപ്പൊ വാല്യൂ ഇവിടെ 21 കൊടുക്കണം അല്ലേ? 84 പ്ലസ് മൈനസ് 21 മൈനസ് 32 അർജുൻ എത്ര ആൻസർ കിട്ടിയേ? C11 ബി വരെ ഞാൻ ചെയ്തുള്ളൂ. 84 പ്ലസ് മൈനസ് 21 മൈനസ് 32 പ്ലസ് മൈനസ് 22 9 അല്ലേ ആൻസർ വരുന്നത്? 9 ആണോ? മൈനസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണേ. അതായത് 84 പ്ലസ് മൈനസ് 21 ചെയ്യുമ്പോൾ 63 കിട്ടത്തില്ലേ? 63 മൈനസ് 32 31 ആയി പ്ലസ് മൈനസ് 21. അപ്പൊ 9 അല്ലേ വാല്യൂ വരുന്നത്? ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്യാവേ. അപ്പോഴത്തേക്ക് അടുത്തത് ചെയ്തോ ബാക്കിയുള്ളവർ.
അജീന C12 ചെയ്തോ. ഹലോ മിസ്. C12 ചെയ്തോ. ചെയ്തു മിസ്. എത്രയാ വരുന്നേ? 31 ആയിട്ട്. 41. 31. ഓക്കെ ഓക്കെ കറക്റ്റ് അത്. C12 എന്ന് പറഞ്ഞാൽ R+T ആണ്. R വാല്യൂ -1 + 32. ബിഗർ നമ്പറിൽ നിന്ന് സ്മോളർ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കുക, ബിഗർ നമ്പറിന്റെ സൈൻ കൊടുക്കുക. അപ്പൊ 31. നെക്സ്റ്റ് C21. ജോസ്മി. ഹലോ മിസ്സേ. C21 എത്രയാ വരുന്നത്? 51. ഓക്കെ. ഓക്കെ നെക്സ്റ്റ് C22. ജോസ്വിൻ. ഹലോ സർ. ഏതാണ് സർ? C22. 89. P + R - Q + U. ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫൈനൽ ആൻസർ ഇങ്ങനെ എടുത്ത് എഴുതണേ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. മെട്രിക്സ് സിയുടെ വാല്യൂ എഴുതണം 15, 31, 57, 89. ഇതുപോലെ മെട്രിക്സ് ഫോർമാറ്റിൽ തന്നെ എഴുതണേ. ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Matrix A 2 4 3 2, B 1 2 3 2. First step, A11 is equal to 2, A12 is equal to 4, A21 is equal to 3, A22 is equal to 2, B11 is equal to 1, B12 is equal to 2, B21 is equal to 3, B22 is equal to 2. Values എടുത്ത് എഴുതുക. നെക്സ്റ്റ് സ്ട്രസൻസ് റിക്കർസീവ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്ട്സ് എടുത്ത് എഴുതുക. അത് സോൾവ് ചെയ്തതിന് ശേഷം C11 C12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ഈ ഫോർമുലാസ് ഇതാണ് പി ക്യു ആർ എസ് ടി യു വി. ഓക്കെ, 9:30 ആയാലും നിങ്ങൾ ലീവ് ചെയ്തു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇനിയുണ്ട് പ്രോബ്ലം. താങ്ക് യു.